അവൻ അകത്തുമല്ലും കാണും. നിങ്ങൾ പുറപ്പെട്ടോളൂ. ഒന്ന് നോക്കൂ റെക്സ്. അവിടെയെങ്കിലും കണ്ടില്ല. സമയമായി, നിങ്ങൾ പുറപ്പെട്ടോളൂ. ചേട്ടൻ എന്തിനാ മദ്യപിക്കുന്നത്? എനിക്കറിയാം. മറക്കാനാണല്ലേ? ചേട്ടൻ ദേവി ചേച്ചിയെ സ്നേഹിച്ചിരുന്നു അല്ലേ? എനിക്കറിയാമായിരുന്നു. ഇന്നുച്ചയ്ക്ക് അവർ ചേട്ടനെ തിരക്കിയപ്പോ ദൂരെ മാറി നിന്നതും ഞാൻ അന്വേഷിച്ചു വന്നപ്പോ ഒളിച്ചിരുന്നത്. ഞാൻ വേണമെന്ന് വെച്ച് തന്നെ ചേട്ടനെ വിളിക്കാതിരുന്നത്. ചേട്ടന് അവരെ ഫേസ് ചെയ്യാൻ സാധിക്കില്ലെന്ന് എനിക്കറിയാം. ചേട്ടാ, Rex, stop it! ചേട്ടാ പ്ലീസ്. Please, Rex, stop it! ചേട്ടാ, let me... I say just stop it! Rex! You കുമാർ, ദാ വരുന്നു. നേരം എടുത്തേയുള്ളൂ. അപ്പോഴേക്കും ഈ വക കാര്യങ്ങൾക്കൊക്കെ ആഴ്ചയെ നേരം നോക്കിയാൽ ശരിയാകുമോ? ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടത്? നിനക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ. എന്താ എളുപ്പത്തിലുണ്ടാക്കുക? ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട. നീങ്ങ വന്നേ. നീ അടുത്തിരുന്നാ മതി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും വേണ്ട, ഒന്നും വേണ്ട. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. എക്സ്ക്യൂസ് മീ സർ. കുഞ്ഞേ, കുഞ്ഞേ, എന്താ? ആ കോൺട്രാക്ടർമാർ വന്നിരിപ്പുണ്ട്. അവരുടെ പണി തീരാറായി. കുറച്ചുകൂടി പേയ്മെന്റ്സ് കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. ഇനി അവിടെ ഒരു പണിയും ചെയ്യണ്ട. എല്ലാം അതെവിടെ നിർത്തി വെച്ചേക്കൂ. അവരുടെ കണക്ക് സെറ്റിൽ ചെയ്ത് അവരെ വിട്ടേക്കണം. അയ്യോ കുഞ്ഞെ, എല്ലാം ഒരുമാതിരി തീർന്നിരിക്കുക. ഏറിയാൽ 2 ദിവസത്തെ വർക്ക് കൂടെ ബാക്കിയുള്ളൂ. ഇപ്പോഴിങ്ങനെ പറഞ്ഞാൽ... വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനി അവിടെ ഒരു പണിയും ചെയ്യണ്ട. അവരെ പറഞ്ഞു വിട്ടേക്കണം.
എന്ത് പറ്റി കുഞ്ഞേട്ടന്? കണ്ടിട്ട് സഹിക്കുന്നില്ല. എനിക്കൊന്നും അറിഞ്ഞൂടെ ചേട്ടാ. We are pleased to appoint you as the sole distributor for our products. ആഹാ, നല്ല ആളാ. 5 മണിക്ക് കൃത്യം വന്നേക്കാന്ന് പറഞ്ഞിട്ട് ദാ മണി 5:30 ഇനി എവിടെ പോയാലേ ടിക്കറ്റ് കിട്ടുക? നീ ഒരു 5 മിനിറ്റ് പുറത്തു വരിക, ഞാനിപ്പോ വരാം. You will be paid a commission at the rate of 10% for the sale of our ഇന്ന് products. രാവിലെ ആവട്ടെ സർ. It's all right. You continue the dictation. വേണ്ട സർ, And മിസ്സിസ് ഒരുപാട് നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. എന്നെ ഓഫീസിൽ വന്ന് മാനം കിടത്തിയപ്പോ നിനക്ക് മതിയായല്ലോ അല്ലേ? 5 മണിക്ക് വരുമെന്നല്ലേ പറഞ്ഞിരുന്നത്? 5:30 വരെ നോക്കി കണ്ടില്ല. ഞാനൊരു ഓട്ടോ പിടിച്ചിങ്ങ് പോന്നു. ഇന്ന് തന്നെ സിനിമയ്ക്ക് പോകണമെന്ന് എന്താ അത്ര നിർബന്ധം? അങ്ങനെ വേണം. 3-4 ദിവസമായി പറഞ്ഞു പറ്റിക്കുന്നു. ഇന്ന് എന്തായാലും പോണം. മതി മതി മതി, നിർത്ത് നിർത്ത്. സിനിമയ്ക്കല്ല, എവിടേക്ക് വേണേ കെട്ടിയെടുത്തോളാമേ. എന്താണ് ഇത് ചിരിക്കാൻ? ഒരു പെണ്ണെ കെട്ടുന്ന ഇത്ര അറ്റാസിക്കണോ? വാട്ട്സ് റോങ് വിത്ത് യു? അങ്ങനെ ഇരിക്കാൻ പാടില്ല. വാട്ട്സ് റോങ് വിത്ത് യു ആർ നോട്ട് സപ്പോസ് ടു ലാഫ് ലൈക്ക് ദാറ്റ്. യു ആളെ പരിഹസിക്കണോ? യു ബ്ലഡി ബാസ്റ്റർഡ്. അവര് വന്നില്ലേ? ഞാൻ പീറ്ററിന് ഫോൺ ചെയ്തിരുന്നു. അവൻ വന്നോളാന്ന് പറഞ്ഞാണല്ലോ. വരുമായിരിക്കും. ഏതായാലും ചോറ് വിളമ്പ്, ഓഫീസിൽ ഒരു 5 മിനിറ്റ് അവരും കൂടി വന്നോട്ടെ. അവര് വരുമ്പോ വരട്ടെ, എനിക്ക് കാത്തിരിക്കാൻ സമയമില്ല. നീ വാ. പീറ്ററിന് കരിമീൻ വെച്ച ജീവനാ. സത്യം പറഞ്ഞേ, നിങ്ങൾ പീറ്ററിനെ വിളിച്ച് പറഞ്ഞോ? എടാ കഷ്ടമേ, ഞാൻ എന്തിനാ എന്നോട് നുണ പറയുന്നത്? വരാമെന്ന് പറഞ്ഞാൽ പീറ്റർ വരാതിരിക്കില്ല. അവന് വേറെ എന്തെങ്കിലും തിരക്ക് കാണുമായിരിക്കും. നീ ഉണരിക്കുന്നില്ലേ? അവര് വരുമോന്ന് നോക്കട്ടെ. ആ റെക്സിന് എന്ത് പറ്റി? നിങ്ങൾ അവനെ കണ്ടോ? ഞാൻ ആരെയും കണ്ടില്ല. പൊന്നെ, പീറ്ററിന് ഫോൺ ചെയ്തപ്പോ റെക്സിനെയും വിളിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു.
അവര് വരുന്നെങ്കിൽ വരട്ടെ. പെണ്ണെ, നീ ഊണ് കഴിക്ക്. എന്നോട് ദേഷ്യം തോന്നരുത്. ഓഫീസിൽ പോയ ഉടനെ പീറ്ററിനെ വിളിക്കണം. ഞാൻ കാത്തിരിക്കാമെന്ന് പറയണം. നീ അങ്ങനെ ആർക്കു വേണ്ടിയും കാത്തിരിക്കണ്ട. അവർക്ക് വേണമെങ്കിൽ അവര് വരും. എന്നെ കൊണ്ടൊന്നും ഫോൺ ചെയ്യാൻ പറ്റില്ല. കൊള്ളാം, അപ്പോഴേക്കും പെണ്ണിന്റെ മുഖം മാടിയല്ലോ. അവരെ നമുക്ക് ഇനി ഒരു ദിവസം വിളിക്കാം. പോരെ, നീ ഊണ് കഴിക്കും. വിശന്നിരിക്കണ്ട. നമുക്കിന്നൊരു പടത്തിന് പോവാം. ശരി. ഏത് പടം? കിടന്ന് ബഹളം വെക്കാതെ, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ദാ. വന്നില്ലേ? അവന് പോയിട്ടെന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്ന്. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? നിനക്കെന്താ രണ്ട് കൊമ്പുണ്ടോ? ഒരാൾ അത്യാവശ്യമായിട്ട് പോണെന്ന് പറയുമ്പോ എനിക്ക് തടുത്തു നിർത്താൻ പറ്റുമോ? എനിക്കറിഞ്ഞൂടാ. ഞാൻ അറിഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെന്തിനാ ഇവരെന്നെ അവോയ്ഡ് ചെയ്യുന്നത്? ദേവി, നീ വിചാരിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല. അവരെ നിന്നെ അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നിന്റെ വെറും തോന്നലായിരിക്കും. അല്ലാതെ നിന്നെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യം എന്താ? നീ അത് കുടിക്ക. കുപ്പിയോടെ അവരെ വിളിക്കണ്ട, ആ കുപ്പി കിട്ടില്ല. നീ അത് എടുത്തു വെച്ചേ. അതെവിടെ? ചേട്ടൻ കുടിച്ചാൽ മതി, ഞാൻ തരില്ല. ഒരു പെഗ്, ഒറ്റ പെഗ് മതി, പിന്നെ വേണ്ട. പ്ലീസ് മോനെ, ഒരു പെഗ് മതി, പ്ലീസ്. പോടാ. ചേട്ടൻ ഇങ്ങനെ കുടിച്ച് നശിക്കാൻ തക്കോണം ഇവിടെ എന്താ ഉണ്ടായത്? ആരോടായി വൈരാഗ്യം? കുടി എന്റെ ഒരു വീക്ക്നെസ് ആണ് പണ്ടേ. പിന്നെ താങ്ങാൻ പറ്റാത്ത ഷോക്ക് കൂടെ ആയപ്പോ എന്റെ എല്ലാ നിയന്ത്രണവും വിട്ടുപോയി. അങ്ങനെ താങ്ങാൻ പറ്റാത്ത എന്ത് ഷോക്ക് അവിടെ ഉണ്ടായത്? യു ഡോണ്ട് നോ ഹൗ മച്ച് ഐ ലവ്ഡ് ഹർ. ഈ ചേട്ടന് വട്ട. ചേട്ടൻ സ്നേഹിച്ചു എന്ന് പറയുന്ന പെൺകുട്ടി ഇന്ന് കല്യാണം കഴിഞ്ഞ് വേറൊരാളുടെ ഭാര്യയായിട്ട് ജീവിക്കുകയാണ്. അവരെ കുറിച്ചോർത്ത് ചേട്ടൻ ജീവിതം നശിപ്പിക്കുന്ന എന്തിനാ? നിനക്ക് എന്തറിയാവടാ സ്നേഹത്തെ കുറിച്ച്? എന്റെ സ്നേഹം പവിത്രമായിരുന്നു, നിഷ്കളങ്കമായിരുന്നു. ബട്ട് അവൾ എന്നെ വഞ്ചിച്ചു. പിന്നെ ഇവിടെ ആരും ആരെയും വഞ്ചിച്ചിട്ടില്ല. അതൊക്കെ ചേട്ടന്റെ തോന്നലുകളാ. ദേവി ചേച്ചിയെ സ്നേഹിക്കുന്ന കാര്യം മനസ്സിൽ തന്നെ പൂഴ്ത്തി വെച്ചുകൊണ്ട് നടന്നില്ലേ? അതെന്തുകൊണ്ട് നേരത്തെ തുറന്നു പറഞ്ഞില്ല? ചേട്ടൻ അത് പറയാനുള്ള ഗട്ട്സ് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഇപ്പൊ പറഞ്ഞോ എന്റെ സ്നേഹം പവിത്രമാണ്, മംഗളമാണെന്നൊക്കെ. മണ്ണാങ്കട്ട. ഇതൊക്കെ വെറും ഭ്രാന്താണ്, വെറും ഭ്രാന്ത്. എനിക്ക് ഭ്രാന്ത. എന്തിനാ ചേട്ടൻ ഇങ്ങനെ നശിക്കുന്നത്? ഞാൻ ചേട്ടന്റെ കാല് പിടിക്കാം. പ്ലീസ് സ്റ്റോപ്പ് ദിസ്. ഇറ്റ്സ് ടു മച്ച്. ഒരു ദേവി പോയാൽ വേറൊരു ദേവി. ചേട്ടൻ ഇനി അതോർത്ത് വിഷമിക്കരുത്, കുടിക്കരുത്.
മോനെ കുഞ്ഞെ കുഞ്ഞ് വീട്ടിൽ പോകുന്ന നല്ലത്. കണ്ടിട്ട് തീരെ സുഖമില്ലാത്തതുപോലെ. താൻ ആരാ ചോദിക്കാൻ? ഇതെന്റെ ഓഫീസല്ലേ, ഞാൻ ഇഷ്ടം പോലെ വരും, ഇഷ്ടം പോലെ പോവും. മനസ്സിലായോ? ഈശ്വര, ചേട്ടൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? എങ്കിൽ പ്രേമിക്കണം. പ്രേമ നൈരാശ്യം ഉണ്ടാവണം. അപ്പൊ മനസ്സിലാവും എന്തിനാ കുടിക്കുന്നെന്ന്. ഓ ഓ ഓ പീറ്ററുണ്ടോ? ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഉണ്ടച്ചോ, ആഫീസിനകത്തിരിക്കുക. അച്ഛനെ മനസ്സിലായില്ലല്ലോ. ഞാൻ പീറ്ററിന്റെ ഇടവകയിലെ അച്ഛനാ, ഒന്ന് കാണാൻ വന്നാ. വിളിക്കാം. വന്നാട്ടെ. ആ, ഉറക്കമായിരിക്കും. അല്ല, വിളിക്കാച്ചോ. അച്ഛനെപ്പോ വന്നു? ഇരിക്കൂ. എന്താ പേര്? ഈശോ. നല്ല പേര്. ഈ പേരിലൊരു കപ്പ്യാർ എനിക്കുണ്ടായിരുന്നു. ആ, പിന്നെ ചായ എനിക്കിഷ്ടം, മധുരം ഇടാത്തത്. ഓ. ആ. നീ അവിടെ ഇരിക്ക. ഇത്രയും നല്ല ഓഫീസ്, നല്ല പേരുള്ള കമ്പനി, ചെറുപ്പക്കാരനായ ഉടമസ്ഥൻ, അയാൾ ഈ വേഷത്തിൽ ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ എന്താ ഇതിന്റെ അർത്ഥം? നിന്നെ അതും ഇതും പറഞ്ഞ് സ്വാധീനിക്കാനോ ഉപദേശിക്കാനോ അല്ല ഞാൻ വന്നത്. നിന്റെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന ഈ നിരാശ ബിസിനസിനെ ബാധിക്കരുത്, അത്രമാത്രം. മദ്യപാനവും അലസതയും ഒരു പ്രശ്നത്തിനും ഒരു പോംവഴിയല്ല മോനെ. എന്നോട് മത്തായിക്കുട്ടി വിവരങ്ങളെല്ലാം പറഞ്ഞു. മത്തായിക്കുട്ടിയും ആ പാവം റെക്സും നിന്നെ കൊണ്ട് എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് നിനക്കറിയാവോ? ആ, അതുപോട്ടെ, അവരുടെ വിഷമം എങ്ങനെയെങ്കിലും മാറിക്കൊള്ളുമെന്ന് വിചാരിക്കാം. നീ ജീവനതിലും സ്നേഹിക്കുന്ന ആ പെൺകുട്ടിയും നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനും ഇന്ന് സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ്. നീ തന്നെയല്ലേ അവിടെ വിവാഹത്തിന് മുൻകൈയെടുത്തത്? ആ കുട്ടിയും കൂട്ടുകാരനും നിന്റെ ഇന്നത്തെ സ്ഥിതി അറിയാൻ ഇടവന്നാൽ, അതിനുള്ള കാരണം എന്താണെന്ന് അവരറിഞ്ഞാൽ, പിന്നെ എന്താടോ അവരുടെ ജീവിതത്തിനൊരു സമാധാനം? അവരുടെ നന്മയാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ കടിഞ്ഞാണില്ലാത്ത നിന്റെ ഈ പോക്ക് മാറ്റിയെടുത്തേ പറ്റൂ. കാലത്തിനൊരു പ്രത്യേകതയുണ്ട് മോനെ, എല്ലാ മുറിവുകളെയും മായ്ക്കാനുള്ള കഴിവ്. പീറ്റർ, നീ കുറച്ചു ദിവസത്തേക്ക് ഈ അന്തരീക്ഷത്തിൽ നിന്നൊന്ന് മാറി നിൽക്കുന്ന നല്ലതാണ്. പുറത്ത് ധാരാളം സുഹൃത്തുക്കളൊക്കെ ഉള്ളതല്ലേ, ഒരു ബിസിനസ് ട്രിപ്പ് തന്നെ ആയിക്കോട്ടെ. ഞാൻ വെറുതെ പറയല്ല, പീറ്ററിന് ഒരു ചേഞ്ച് ആവശ്യമാണ്. ഞാൻ ഇറങ്ങട്ടെ. കൊള്ളാം, മനോഹരമായിട്ട്